ഹായ് നമസ്കാരം, എല്ലാവർക്കും ഫുട്ബോൾ സംസാരത്തിലേക്ക് സ്വാഗതം. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റുമായ ഡൂറൻ കപ്പ് അതിൻ്റെ 135ാമത് എഡിഷൻ ഇവിടെ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. അതെ, ചിരവൈരികളായ മോഹൻ ബഗാനെ തോൽപ്പിച്ചുകൊണ്ട്, അതും 4-1 തോൽപ്പിച്ചുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ വിജയിച്ചിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാൾ എന്ന ടീമിനെ സത്യം പറഞ്ഞാൽ ഈ ഒരു 2 വർഷമായിട്ട് ഏറ്റവും നല്ല സമയമാണ്. കാരണം അവരുടെ വുമൺസ് ടീമാണെങ്കിലും ശരി, മെൻസ് ടീമാണെങ്കിലും ശരി, രണ്ടുപേരും AFCയിൽ നല്ല രീതിയിൽ കളിക്കുന്നു. ഈ വർഷവും അവരുടെ പ്രകടനം നല്ലതായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ അതൊരു വലിയൊരു ആശ്വാസവുമാണ്, പ്രചോദനവുമാണ്. കാരണം ഏഷ്യയിൽ നമുക്ക് വേണ്ടി കോമ്പറ്റീറ്റ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു അഭിമാന കാര്യം തന്നെയാണ്. മറിച്ച് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ വളരെ പരിതാപകരമാണ്. അവരുടെ ആരാധകർ തന്നെ കോച്ചിനെതിരെയും മാനേജ്മെൻറ്റിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ്. അവരാഗ്രഹിച്ചിരുന്നത് ഹബാസിനെ കൊണ്ടുവരാനായിരുന്നു. പക്ഷേ ഹബാസിനെ മോഹൻ ബഗാൻ അവരുടെ മാനേജ്മെൻറ്റ് ആഗ്രഹിച്ചിരുന്നത് ടെക്നിക്കൽ ഡയറക്ടറായിട്ട് നിയമിക്കാനായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്ന ഈ ഒരു തോൽവിയോട് കൂടി അവരുടെ ആ ഒരു ഫാൻസിനിടെ പോലും അതിഭയങ്കരമായ വിമർശനം പൊങ്ങി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പല കളിക്കാരുടെയും അവരുടെ ടീമിലെ സ്ഥാനം തന്നെ തെറിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. സുബശിഷ് ബോസിനെ പോലെ, രാഹുൽ ബെഹ്ക്കനെ പോലുള്ള, ലിസ്റ്റനെ പോലുള്ള കളിക്കാരുടെ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ സീസണോട് കൂടി അവർ ഈ MBSG അതായത് മോഹൻ ബഗാനിൽ നിന്ന് അവർ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് പകരം ഒരുപക്ഷെ മുഹമ്മദ് സനാനെയും അല്ലെങ്കിൽ നിഖിൽ ബെർലെ പോലുള്ള താരങ്ങളെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ സനാന് വേണ്ടി ഒരുപാട് ക്ലബ്ബുകൾ രംഗത്തുണ്ടെങ്കിലും ചിലപ്പോൾ മോഹൻ ബഗാൻ ഒരു മുഴം നീട്ടിയെറിഞ്ഞ് സനാനെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. കാരണം അവരുടെ കാര്യങ്ങൾ ഒന്നും നേരെയാകുന്നില്ല. മൻവീർ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ലിസ്റ്റൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകുന്നില്ല. അവരുടെ വിങ്ങേഴ്സ് ആകെ 1-2 വിങ്ങേഴ്സേ നല്ല രീതിയിലുള്ളൂ. അതുകൊണ്ട് തന്നെ സനാൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് കണ്ടറിയാം ഇനി എന്താകുമെന്നുള്ളത്.